നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാകില്ല. ചില അവസരങ്ങൾ നമ്മുടെ കൈവിട്ടു പോയാലും ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിലർ അകന്നു പോകും. ചില ആഗ്രഹങ്ങൾ വർഷങ്ങളോളം കാത്തിരുന്നിട്ടും നടക്കാതെ നിൽക്കും. അതേസമയം ചില കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതെല്ലാം വെറും യാദൃച്ഛികമാണോ? അല്ല എന്നാണ് ന്യൂമറോളജിയും ആത്മീയ വിശ്വാസങ്ങളും പറയുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ചില പ്രത്യേക സംഖ്യകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പല പുരാതന ആത്മീയ ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നത്. ആ സംഖ്യകൾ നമ്മളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഭാഗ്യ സമയങ്ങളെയും പോലും സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ന്യൂമറോളജി തൊടുകുറി റീഡിംഗ് ആണ്. നമസ്കാരം, മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങളുടെ മുന്നിൽ 2 സെറ്റ് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. 111 അല്ല എങ്കിൽ 222. ഈ 2 നമ്പറുകളും സാധാരണ സംഖ്യകളല്ല. ന്യൂമറോളജിയിൽ ഇവയെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നും മാസ്റ്റർ എനർജി നമ്പേഴ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ നമ്പറുകൾ നിങ്ങളുടെ മനസ്സിനെ ഏതെങ്കിലും കാരണത്താൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവബോധ മനസ്സും പ്രപഞ്ചശക്തിയും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ ബന്ധത്തിന്റെ സൂചനയായിരിക്കും. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതൊരു ജോലിയാകാം, സാമ്പത്തിക ഉയർച്ചയായിരിക്കാം, വിവാഹം, കുടുംബ സൗഖ്യം, സന്താന ഭാഗ്യം, അല്ല എങ്കിൽ മനസമാധാനം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വ്യക്തമായി കാണുക. ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അതിലേക്കുള്ള വഴി കാണിച്ചു തരേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ മുന്നിലുള്ള 2 നമ്പറുകളിലേക്ക് ശ്രദ്ധിക്കുക. 111, 222. ഇവയിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിനെ ആദ്യം ആകർഷിക്കുന്നുണ്ടാകും. അധികം ചിന്തിക്കരുത്, കാരണം പലപ്പോഴും നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ശരിയായ തിരഞ്ഞെടുപ്പ്. രണ്ടാമതോ മൂന്നാമതോ ചിന്തിച്ചുള്ള തിരഞ്ഞെടുപ്പ് പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ തീരുമാനമായിരിക്കും. പക്ഷേ ആദ്യമായി മനസ്സ് പറയുന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ശക്തമായ ആത്മീയ സന്ദേശം നൽകുന്നത്. അതിനാൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന നമ്പർ മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പറായിട്ടുള്ള 111 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പല കഠിന സാഹചര്യങ്ങളും കടന്നു പോയിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന തോന്നൽ പോലും ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ അനുഭവിച്ച ചില വേദനകൾ ഇന്നും നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തകർന്നിട്ടില്ല എന്നതാണ്. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം കാണുന്നുണ്ട്. അത് പെട്ടെന്നുള്ള അത്ഭുതമാകണമെന്നില്ല, എന്നാൽ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ചിലർക്കത് ജോലി സംബന്ധമായിട്ടുള്ള നേട്ടമായിരിക്കാം, ചിലർക്കത് സാമ്പത്തിക പുരോഗതി ആയിരിക്കും, മറ്റു ചിലർക്ക് കുടുംബജീവിതത്തിൽ സമാധാനം തിരികെ ലഭിക്കുന്ന അവസ്ഥയുമായിരിക്കാം. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഒരു ചെറിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായി വരാം. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാനാണ്. നിങ്ങൾ അടുത്തിടെ എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ ചെയ്തത് ശരിയായിരുന്നോ എന്ന ചോദ്യം മനസ്സിൽ വന്നുകൊണ്ടിരിക്കാം. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നില്ല എന്നതാണ്. സമയമെടുത്താലും അതിന്റെ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ആരെയും വിശ്വസിക്കാതെ എല്ലാ ഭാരവും ഒറ്റയ്ക്ക് വഹിക്കുവാൻ ശ്രമിക്കുന്നു. അത് കുറയ്ക്കേണ്ട സമയമാണ്. സഹായം ആവശ്യമായപ്പോൾ അത് സ്വീകരിക്കാൻ മടിക്കരുത്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വരാനിരിക്കുന്നതായി കാണുന്നുണ്ട്. ആദ്യം അത് വളരെ ചെറുതായി തോന്നാം, എന്നാൽ പിന്നീട് അത് വലിയ അനുഗ്രഹമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങളെ നിസ്സാരമായി കാണരുത്. ഓരോ വാതിലും ശ്രദ്ധയോടെ നോക്കുക, കാരണം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ആകാം. ഇത് നമ്പർ 111 തിരഞ്ഞെടുത്തവരുടെ ഫലത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബം, ഭാഗ്യം, വരാനിരിക്കുന്ന പ്രത്യേക സൂചനകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സൂചന വ്യക്തമായി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണം വന്നാലും അത് നിലനിൽക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. ചില അപ്രതീക്ഷിത ചിലവുകൾ, കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ സ്ഥിതി പതുക്കെ മെച്ചപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ തുടങ്ങും. ഉടൻ തന്നെ വലിയ സമ്പത്ത് ലഭിക്കുമെന്നല്ല ഈ സൂചന, പക്ഷെ വരുമാനത്തിൽ സ്ഥിരതയും മനസ്സിൽ ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം അടുത്തു വരികയാണ്. ചിലർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലായെങ്കിൽ അധിക വരുമാന മാർഗങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെയും കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടുവാനുള്ള അവസരങ്ങൾ വരാം. എന്നാൽ എല്ലാ ആളുകളെയും ഒരേപോലെ വിശ്വസിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസൂയക്കാരന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അയാൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളാകാം, എന്നാൽ അവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ അനുവദിക്കരുത്. നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്കറിയാം. കുടുംബകാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ അവസാനിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപാട് നാളായിട്ട് സംസാരിക്കാത്ത ഒരു വ്യക്തി വീണ്ടും നിങ്ങളുമായി ബന്ധപ്പെടുവാൻ ശ്രമിച്ചേക്കാം. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല സൂചനകളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ വ്യക്തത വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അമിതമായും ആരെയും ആശ്രയിക്കരുത്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു. അടുത്ത ഏതാനും ആഴ്ചകളിൽ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ആ തീരുമാനമെടുക്കുമ്പോൾ വികാരത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുക, കാരണം ആ തീരുമാനം നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 111 തിരഞ്ഞെടുത്ത നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിന്റെ വക്കിലാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്ന അവസരങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ നല്ല ദിവസങ്ങൾ നിങ്ങളിലേക്ക് പതുക്കെ അടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രത്യേക മാറ്റങ്ങളെക്കുറിച്ച്, ഭാഗ്യവുമായി ബന്ധപ്പെട്ട സൂചനകളെക്കുറിച്ചും പറയാം. ഈ നമ്പർ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ പൊതുവെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. അവർ ഒരിക്കലും എളുപ്പത്തിൽ തോൽവി സമ്മതിക്കില്ല. മനസ്സ് തകർന്നാലും പുറത്തത് പ്രകടിപ്പിക്കാതെ മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകാം. ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന സന്ദേശം ആ ആഗ്രഹം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട കാര്യമല്ല എന്നതാണ്. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു അനുകൂല മാറ്റത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ദൂരെ നിന്ന് ഒരു സന്തോഷ വാർത്ത ലഭിക്കാം. ചിലർക്ക് ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാം. മറ്റു ചിലർക്ക് ജീവിതത്തിൽ പുതിയൊരു വ്യക്തിയുടെ വരവും സംഭവിക്കാം. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1, 3, 9 എന്നീ അക്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ഈ അക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണാൻ ഇടയുണ്ടെങ്കിൽ അതിനെ ഒരു നല്ല സൂചനയായി കണക്കാക്കാം. ആത്മീയപരമായി നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പ്രത്യേക അനുഗ്രഹം കാണുന്നുണ്ട്. പല പ്രതിസന്ധികളിൽ നിന്നും അവസാന നിമിഷം രക്ഷപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനു പിന്നിൽ ദൈവാനുഗ്രഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. അടുത്ത കാലയളവിൽ പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. ക്ഷേത്ര ദർശനം, ദാനധർമ്മം, നല്ല പ്രവൃത്തികൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ നമ്പറായിട്ടുള്ള 111 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്.
ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 222 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരനല്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളും വിഷമങ്ങളും പലപ്പോഴും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ആളാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ വളരെ ശക്തനും ആത്മവിശ്വാസം ഉള്ളവനുമായി തോന്നാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരും കാണാത്ത ചില മുറിവുകളും ആശങ്കകളും ഉണ്ടാകാം. ഈ നമ്പർ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട കാര്യങ്ങൾ കാണുന്നവരാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടം നടക്കുകയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനായി കാത്തിരിക്കുകയാണ്. അതൊരു പക്ഷേ ഒരു ജോലി ലഭിക്കുവാനാകാം, ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെടുവാനാകാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ വ്യക്തത ലഭിക്കുവാനാകാം. എന്നാൽ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടം നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. പല രാത്രികളിലും നിങ്ങൾ ഉറങ്ങാതെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇനി എന്ത് സംഭവിക്കും, എന്റെ ജീവിതം എപ്പോഴാണ് മാറുക, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലവട്ടം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഘട്ടം ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന് മുൻപുള്ള തയ്യാറെടുപ്പാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് നൽകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വൈകുന്നത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില അനുഗ്രഹങ്ങൾ ഇപ്പോഴും വഴിയിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ ഒരു വ്യക്തി നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങൾ വിശ്വസിച്ച ഒരാളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ വേദന ഇപ്പോഴും മനസ്സിലുണ്ടാകാം. എന്നാൽ ആ അനുഭവം നിങ്ങൾക്കൊരു വലിയ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇനി നിങ്ങൾ കൂടുതൽ ശക്തനായി മുന്നോട്ടു പോകും. സാമ്പത്തിക കാര്യങ്ങൾ പതുക്കെയുള്ള പുരോഗതി കാണുന്നു. പണം സംബന്ധമായ ആശങ്കകൾ ഇപ്പോഴും ഉണ്ടാകാം. എന്നാൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പഠനം, ജോലി, വിദേശയാത്ര, ഓൺലൈൻ ജോലികൾ, പുതിയ സംരംഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അനുകൂല സൂചനകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിയുടെ വരവും ചിലർക്ക് സംഭവിക്കാം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. സമയമെടുത്ത് ആളുകളെ മനസ്സിലാക്കുക. ഇനി മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാറുമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം പതുക്കെ രൂപപ്പെടുകയാണ് എന്നതാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ സ്ഥിരമായവയല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുവാനുള്ള ഒരു പരിശീലന ഘട്ടമാണ്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഒരു ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പണം വൈകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാം. ചിലർക്ക് ജോലി സംബന്ധമായി സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഒരു നേട്ടം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു കാര്യം വീണ്ടും മുന്നോട്ട് പോകുവാൻ തുടങ്ങും. അതൊരു പദ്ധതിയാവാം, ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരിക്കാം. കുടുംബജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ വരാനിടയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും കൂടുതൽ അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയരുത്. കാരണം നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരോടൊപ്പം അസൂയപ്പെടുന്നവരും നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടാകാം. അടുത്ത ഏതാനും ആഴ്ചകളിൽ നിങ്ങൾക്കൊരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ആ തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുത്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. കാരണം ഈ സമയത്ത് നിങ്ങളുടെ അവബോധം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ചിലർക്ക് ഒരു പഴയ വ്യക്തിയുമായി വീണ്ടും സംസാരിക്കുവാനുള്ള അവസരം ലഭിക്കാം. ചിലർക്ക് പുതിയൊരു സൗഹൃദമോ ബന്ധമോ ആരംഭിക്കാം. എന്നാൽ ഒരു ബന്ധത്തിലും അമിത പ്രതീക്ഷകൾ വഹിക്കാതിരിക്കുക. സമയം തന്നെ എല്ലാം തെളിയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി വളർച്ചയ്ക്കുള്ള ഒരു പ്രത്യേക കാലഘട്ടം ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രാർത്ഥന, ധ്യാനം, നല്ല ചിന്തകൾ എന്നിവ നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനം നൽകും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആശങ്കകൾക്ക് ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അതിനാൽ ഭാവിയെക്കുറിച്ച് അമിതമായി ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ പതുക്കെ അടുത്തു വരികയാണ്. ഇനി ഈ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്കുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും ശക്തമായത് എന്തെന്നാൽ,
നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അടഞ്ഞുകിടന്നിരുന്ന ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ ഇത്രയും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഫലം വൈകുന്നത്? എന്റെ ഭാഗ്യം എപ്പോഴാണ് തെളിയുക? ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എനിക്ക് ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ സന്ദേശമാണ് നൽകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായം അവസാനിക്കുകയാണ്. പുതിയ അവസരങ്ങളും പുതിയ പ്രതീക്ഷകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് 2, 6, 7 എന്നീ അക്കങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം കാണുന്നുണ്ട്. ഈ അക്കങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയായി കണക്കാക്കാം. അടുത്ത കാലയളവിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ജോലി, വിദ്യാഭ്യാസം, സാമ്പത്തികം, കുടുംബം അല്ല എങ്കിൽ വ്യക്തിപരമായ ആഗ്രഹം എന്നിവയിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ചിലർക്കൊരു യാത്രയുടെ സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദൂരയാത്രയോ ആത്മീയ യാത്രയോ സംഭവിക്കാം. ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 222 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.